ഗായ്സ്, അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ കുറേ ദിവസമായി ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ലാസ്റ്റായിട്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടത് നോമ്പിൻ്റെ ടൈമിലാണ്, റമളാൻ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി നേരെ പല്ലൊക്കെ തേച്ച് ഞാൻ എൻ്റെ ക്ലീനിങ് പോയിട്ടോ. ഫസ്റ്റ് തന്നെ ക്ലീൻ ആക്കുന്ന ആ കബോർഡാണ്. അത് കുറച്ച് ദിവസമായി ഇങ്ങനെ കിടക്കണം. ഇന്ന് പിന്നെ മദ്രസൊന്നും ഇല്ലായിരുന്നു. രാവിലെ എണീച്ച് വന്നപ്പോഴേ നല്ലൊരു മഞ്ഞൊക്കെ കൂടിയിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ രാത്രി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ നീക്കുമ്പോൾ നല്ല തണുപ്പായിട്ടും ഉണ്ടാവുക. പിന്നെ ഞാൻ അപ്പുറത്തെ റൂമിൽ പോയിട്ട് 2 ജനലും തുറന്നിട്ട് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും ഈ ഒരു ബെഡിലാണ് ഞങ്ങൾ കിടക്കൽ. എന്നാലും 2-3 ദിവസമായിട്ട് അപ്പുറത്തെ റൂമിലാട്ടോ കിടന്നത്. പിന്നെ പൊത്തിന് മഴയൊക്കെ ചാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുഴായിൽ വന്നിരുന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. രാവിലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ള ശീലമാണ് ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. വെള്ളം കുടിച്ച് തുടങ്ങിയാൽ നല്ലൊരു സമാധാനമൊക്കെ കേട്ടോ. പിന്നെ മഴയൊക്കെ പോയി നല്ല അടിപൊളി ഒരു കാലാവസ്ഥ ആയിട്ടോ, വെയിലൊക്കെ വന്നിട്ട്. അപ്പോഴാണ് ഞാൻ അടിച്ചു വാരാൻ ഇറങ്ങിയത്. അങ്ങനെ അടിച്ചു വരുന്നത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അടിച്ചു വാരിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം മുറ്റത്ത് കൂടെ നടക്കാൻ നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. കുറേ ചെടികളൊക്കെ ഉണ്ടാകുമ്പം നല്ലൊരു രസമാണ്. പിന്നെ ഞാൻ 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ നടന്നിട്ടോ. അങ്ങനെ ഒരു നടത്തത്തിന് ശേഷം ഞാനത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പത്തിരിയും മുരിങ്ങൻ്റെ ഇലേൻ്റെ കറിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വരും. ഞാനത് ടൈം ലാപ്സ് ഇട്ടതാട്ടോ. അങ്ങനെ പിന്നെയാണ് ഞാൻ എൻ്റെ ക്രോഷ്യ ചെയ്യാൻ നിന്നത്. കുറച്ച് നേരം അങ്ങോട്ട് തേരാപ്പാരൊക്കെ നടന്നതിന് ശേഷമാണ് ക്രോഷ്യ ചെയ്യാറുള്ളത്. ഇതൊരു ബാഗ് ഉണ്ടാക്കട്ടെ. ഇങ്ങനെയൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ എൻ്റെ ഐഡിയക്ക് ഇങ്ങനെ ചെയ്യാണ്. പിന്നെ എനിക്ക് തുറക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തുറക്കലൊക്കെ കഴിച്ചിട്ട് പിന്നെ കുളിക്കാൻ പോയി. ഇന്ന് കുറച്ച് നേരം വൈകിട്ടോ. എന്താണെന്ന് വെച്ചാൽ തേരാപ്പാര നടന്ന് നേരം വൈകിച്ചതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ ഒരു ലിപ് ബാം ഇട്ടതാണ്. എൻ്റെ വയറ്റിൽ തന്നെ വെളും വരും. പിന്നെ ഞങ്ങൾ 2 ആളും ക്യാമറ നോക്കി ഓരോരോ കോപ്രായങ്ങളൊക്കെ കാണിക്കും. അത് പിന്നെ ഞങ്ങളെ സ്ഥിരം സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കോപ്രായങ്ങളൊക്കെ കഴിച്ച് പിന്നെ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, നമ്മളെ ബാക്ക് ടു സ്കൂൾ ഹോൾ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കിട്ടോ. പിന്നെയാണ് ഞങ്ങൾക്ക് ഇന്ന് പുറത്ത് പോകേണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ ഈദ് ഷോപ്പിംഗ് ബ്ലോഗ് ഇട്ടില്ലായിരുന്നു. അതിൽ എൻ്റെ കുപ്പായത്തിനും മിമ്മിൻ്റെ കുപ്പായത്തിനൊക്കെ അവിടെ നിന്ന് ഇട്ടപ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇറക്കം കുറവും അങ്ങനത്തെ ചെറിയ പ്രോബ്ലങ്ങളുണ്ട്. അപ്പോൾ അത് അവിടെ നിന്നൊന്ന് ചേഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. മിമ്മിൻ്റെതും ഇൻ്റെതും ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിൽ തന്നെ പോന്നു. ഓൾക്ക് മറ്റേ ഡ്രസ്സിനേക്കാളും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടിയപ്പം അതിൻ്റെ പൊലിവാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വീട്ടിലേക്ക് തിരിച്ചു പോകണ വഴിക്ക് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചോക്കോബാറൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. പിന്നെ വീട്ടിലെത്തി തുറന്ന പാടന്നെ അത് കൊണ്ടുപോയി വെച്ച് പിന്നെ ഞങ്ങൾ ചായ കുടിച്ച് ചക്ക ചിപ്സും പിന്നെ ചായയുമായിരുന്നു. അങ്ങനെ പിന്നെ രാത്രിയായി. എനിക്ക് പിന്നെ ഈ വീഡിയോ എടുക്കണതേ മറന്നു കേട്ടോ. പിന്നെ ഞാൻ ആ ചോക്കോബാറൊക്കെ എടുത്ത് തിന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊന്നും മറക്കണ്ട. അപ്പം ശരി, എന്നാൽ ബൈ.